ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോകുന്നത്, ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. യു ആർ വിറ്റ്നസസ് ഓഫ് ദീസ് തിങ്സ്. ഒന്ന് പറയാമോ? ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എന്തിന് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ഇതിന് നമ്മളെല്ലാവരും സാക്ഷികൾ ആകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, നോക്ക്, ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നു പലരും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കാരണം? എന്തിനാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? പലരും എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ഇപ്പോൾ സൗഖ്യമാകുമെന്ന് പറയുന്നു, മറ്റു പല മതവിഭാഗങ്ങളിലും സൗഖ്യങ്ങൾ നടക്കുന്നില്ലേ? ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുന്നു, മറ്റു പല സഭാവിഭാഗങ്ങളിലും അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രത്യേകത? വാട്ട് മേക്സ് ജീസസ് സ്പെഷ്യൽ? മറ്റാർക്കും നൽകാൻ കഴിയാത്ത എന്താണ് യേശു കർത്താവ് നമുക്ക് നൽകുന്നത്? ചിലരെല്ലാം ഓരോ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഇത് വ്യക്തതയുണ്ടെങ്കിൽ ചില വ്യക്തികൾ ചോദിക്കുമ്പോൾ അതിന് നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയും. എന്താണ് യേശു ക്രിസ്തു ചെയ്തതിൻ്റെ പ്രത്യേകത? അല്ലെങ്കിൽ ഒരാൾക്കും, ഒരു വ്യക്തിക്കോ ദൈവത്തിനോ അല്ലെങ്കിൽ ദൈവമെന്ന് പറയപ്പെടുന്ന ഒന്നിനോ അവകാശപ്പെടാൻ കഴിയാത്ത യുണീക്കായ എന്ത് കാര്യമാണ് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളത്? പ്രൈസ് ഗോഡ്. ഇത് തിരിച്ചറിയുവാൻ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം അപ്പോസ്തല പ്രവർത്തികൾ 26-ാം അധ്യായം 18-ാം വചനം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഇത് പൗലോസ് പറയുന്ന പ്രസംഗത്തിൽ നിന്നുള്ള വചനങ്ങളാണ്. പൗലോസ് പറയുകയാണ്, എന്നോട് യേശു സംസാരിച്ച അതേ വാക്കുകൾ പൗലോസ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. അതായത് യേശുവിൻ്റെ സ്വരം കേട്ടത് അതേപടി പറയുന്ന വചനമാണ്. യേശു ആദ്യം ചോദിച്ചു, വെളിച്ചമുണ്ടായി. നമുക്കറിയാം എല്ലാവർക്കും അല്ലേ? വെളിച്ചമുണ്ടായി. പൗലോസ് കുതിരപ്പുറത്ത് നിന്ന് വീണു. യേശു ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? അപ്പോൾ പൗലോസിന് മനസ്സിലായില്ല എന്താണെന്ന്. അതിനുശേഷം യേശു കർത്താവ്, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു കർത്താവ് വ്യക്തതയോടെ പൗലോസിനോട് സംസാരിച്ച വാക്കുകൾ പൗലോസ് പറയുകയാണ്. സ്തോത്രം. നോക്ക്, യേശു കർത്താവ് പറയുക, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. രണ്ട് കാര്യങ്ങളാണ്. ആ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവർക്ക് എന്താ ലഭിക്കേണ്ട? രണ്ട് കാര്യങ്ങൾ ലഭിക്കണം. ഒന്ന്, പാപമോചനം. രണ്ട്, അവർക്ക് വിശുദ്ധരോട് കൂടിയുള്ള അവകാശം. ഒന്ന് പറഞ്ഞേ, പാപമോചനം. ഒന്ന് പറയാമോ? രണ്ട്, വിശുദ്ധരോട് കൂടെയുള്ള അവകാശം എന്ന് പറഞ്ഞതിന് ഒറ്റ വാക്ക് ആർക്കെങ്കിലും പറയാമോ? നിത്യജീവൻ. യെസ്. നോക്ക്, വിശുദ്ധരോട് കൂടി ഒരു അവകാശം. ഒരാൾക്ക് മാത്രമല്ല, വിശുദ്ധിയോടെ ദൈവത്തെ വിശ്വസിച്ച് പാപത്തെ വെറുത്ത് അന്ത്യ ദിവസം വരെ അല്ലെങ്കിൽ യേശുവിന്റെ വരവ് വരെ നിൽക്കുന്നവർക്ക്, വിശുദ്ധരായവർക്ക് ഒരു അവകാശം അവൻ വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് നിത്യജീവൻ. ഓക്കെ, സ്തോത്രം. അപ്പൊ ഇവിടെ പറയുക, രണ്ട് കാര്യങ്ങളാണ് യേശു കർത്താവ് നൽകുന്നത്. അല്ലെങ്കിൽ യേശു പറയുക, അവർക്ക്, അതായത് വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞേ, പാപമോചനവും നിത്യജീവനും. പാപമോചനവും നിത്യജീവനും. ഇതുവരെ ഒരു മതവിഭാഗത്തിനും
ഒരു വ്യക്തിയോ ഒരു ദൈവമെന്ന് അവകാശപ്പെടുന്ന ആർക്കും പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ് യേശു വിളിച്ചു പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ പാപങ്ങളെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പാപത്തിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇനിമേൽ നിങ്ങൾ പാപത്തിന് കീഴിൽ അല്ല. പാപമോചനം യേശുവിൽ മാത്രമേ ഉള്ളൂ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ പാപത്തിന് മേൽ ജയം. നോക്ക്, എത്രയോ വിഭാഗങ്ങളിൽ വേണമെങ്കിൽ കേൾക്കാം, ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിച്ചു, അവിടെയും പ്രാപിച്ചിരിക്കാം എന്ന് പറയാം. അല്ലെങ്കിൽ പലതും അല്ലെ, ചിലരെല്ലാം യേശുവിനെ വിശ്വസിച്ചത് ചിലപ്പോൾ സൗഖ്യത്തിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിൽ വളരെ അസമാധാനം, ഒരു നിവൃത്തിയില്ല, കുടുംബത്തിലിരിക്കാൻ പറ്റുന്നില്ല, എന്നാൽ പള്ളിയിൽ വന്നിരിക്കാന്ന് വിചാരിച്ചു, അങ്ങനെ ഉണ്ടാകാം. ചിലർ സാമ്പത്തിക ഞെരുക്കം, അതിന് ഒരു വിടുതൽ വേണം, അതിനുവേണ്ടി കർത്താവിൽ ആശ്രയിച്ചിരിക്കാം. ചിലർ മക്കളുടെ ഭാവി നല്ല രീതിയിൽ വരണം, കർത്താവ് അനുഗ്രഹിക്കണം, അതിനു വേണ്ടി ആയിരിക്കാം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ വിശ്വസിച്ചിരിക്കാം. എന്നാൽ ഈ പറഞ്ഞതെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം അതിൻ്റെ ബൈ പ്രൊഡക്റ്റാ. വിശ്വാസത്തിൽ വരുന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ പറയും? അതിൻ്റെ കൂടെ, അതായത് പ്രധാന കാര്യത്തിനോട് കൂടെ ലഭിക്കുന്നതാണ്. ദ മെയിൻ പർപ്പസ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത്, മറ്റാർക്കും നൽകാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കർത്താവ് പൗലോസിനോട് പറഞ്ഞത്. ഹല്ലേലൂയ. ഒന്ന്, പാപമോചനം. അത് യേശുവിൽ മാത്രമേ ഉള്ളൂ. നീ എത്ര പരിശ്രമിച്ചാലും നിന്റെ പാപത്തെ ജയിക്കുക നിനക്ക് സാധ്യമല്ല. അവനിൽ വിശ്വസിക്കുന്നവന് പാപങ്ങളുടെ മേൽ ജയമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പാപത്തിന് മോചനമുണ്ട്. രണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യമായ ജീവനുണ്ട്, വിശുദ്ധരോടുകൂടെ അവകാശമുണ്ട്. ഇത് യേശു ക്രിസ്തുവിന് മാത്രമേ നൽകുവാൻ സാധ്യമുള്ളൂ. അതുകൊണ്ടാണ് മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഒരു നാമവും വേറെ നൽകപ്പെട്ടിട്ടില്ല എന്ന് വചനം പറയുന്നത്. യേശു മാത്രമാണ് നമ്മളുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്ത് മരിച്ചത്. അവൻ മാത്രമാണ് പാപത്തിന്റെ ശിക്ഷയായ മരണം സ്വയം ഏറ്റെടുത്തത്. ഹല്ലേലൂയ. അവൻ മാത്രമാണ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കൾ പ്രാപിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, പാപത്തിന് മേൽ ജയം; രണ്ട്, നിത്യമായ ജീവന്റെ ഉറപ്പ്. ഹല്ലേലൂയ. ഇതാണ് ഇതിന്റെ ക്രക്സ്, ഇതിന്റെ പരമപ്രധാനമായ കാര്യം. അതിൽ വിശ്വസിച്ച് എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, കർത്താവ് എന്റെ പാപങ്ങൾ ഏറ്റെടുത്തു, ഞാൻ സ്വതന്ത്രനാണ് എന്നത് ആഘോഷിക്കുമ്പോൾ സൗഖ്യം തന്നെ വരും. ഹല്ലേലൂയ. നന്മകൾ തന്നെ വരും. കാരണം നീ കർത്താവിന്റെ കൃപയിൽ, അവന്റെ കരുണയിൽ ആനന്ദിക്കുകയാ, അവൻ ചെയ്തു കഴിഞ്ഞതിൽ സന്തോഷിക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആദ്യം ഇതൊന്ന് കാണുക, കർത്താവ് നേടിത്തന്ന പാപമോചനം, സ്തോത്രം, ഉറപ്പായി തന്ന നിത്യജീവൻ. ഇതിനു വേണ്ടിയാണ് കർത്താവ് ഇവിടെ പൗലോസിനോട് പറയുക, ഇത് അവർക്ക് ലഭിക്കേണ്ടതിന്. അപ്പോൾ ലഭിക്കണം. നോക്ക്, ഇത് രണ്ട് കാര്യങ്ങളാ. പാപമോചനം കർത്താവ് ചെയ്തു കഴിഞ്ഞു, നിത്യജീവൻ ഒരുക്കി വെച്ച് കഴിഞ്ഞു, എന്നാൽ ലഭിക്കേണ്ടതിന് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവിടെ ആ വചനത്തിലുള്ള വ്യത്യാസം? നോക്ക്, ഇവിടെ പറയുക പാപമോചനവും നിത്യജീവനും ലഭിക്കണം. ലഭിക്കണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇത് ലഭിക്കാതിരിക്കുന്നുണ്ട്, അതല്ല എൻ്റെ അർത്ഥം. നോക്ക്, യേശു പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ക്രൂശിൽ പാപത്തിന്റെ പ്രാശ്ചിത്തം ചെയ്ത് മരിച്ചു, പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്തു, നിത്യജീവൻ സൗജന്യമായ അവകാശമായി വെച്ചിരിക്കുക. എന്നാൽ പലർക്കും ഇത് ലഭിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നില്ല. മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറയാം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വലിയൊരു സംഖ്യ, നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടി ഒരു വ്യക്തി ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു, കടങ്ങളെല്ലാം കൊടുത്ത്
വീട്ടി, വലിയൊരു സംഖ്യ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നിങ്ങൾ ഇത് അറിയുന്നോ വിശ്വസിക്കുന്നോ ഇല്ല. ഈ ഡെപ്പോസിറ്റിന്റെയോ അല്ലെങ്കിൽ കടത്തിൽ നിന്നുള്ള വിടുതലിന്റെയോ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമോ? അല്ലെങ്കിൽ അതിന്റെ അനുഗ്രഹം ലഭിക്കുമോ? ലഭിക്കില്ല. ഇത് ലഭിക്കണമെങ്കിൽ ഈ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന സത്യം അറിയുകയും അത് വിശ്വസിക്കുകയും ബാങ്കിൽ ഒരു ചെക്ക് എഴുതി, വിശ്വാസം എന്ന ചെക്ക് എഴുതി അതങ്ങ് സ്വീകരിക്കുകയും വേണം. ഹല്ലേലൂയ. പാപമോചനം, പാപത്തിന് വേണ്ടിയുള്ള പ്രാശ്ചിത്തം യേശു ചെയ്ത് കഴിഞ്ഞു. വചനം പറയുന്നു, ദൈവം ലംഘനങ്ങൾ കണക്കിടാതെ യേശു ക്രിസ്തുവിൽ എല്ലാവരെയും തന്നോട് നിരപ്പിച്ചു കഴിഞ്ഞു. കടം മാറ്റിക്കഴിഞ്ഞു. നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ നിനക്കത് വിശ്വസിക്കുവാനോ നീ അത് ലഭിക്കുവാൻ തക്കവണ്ണം നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനോ നിനക്ക് സാധ്യമാകുന്നില്ല. അപ്പോൾ എന്തു പറ്റും? ഇത്ര വലിയ രക്ഷയെ നിനക്ക് ലഭിക്കാതെ പോകും. ഇത്ര വലിയ രക്ഷ. എന്താണ് ഈ രക്ഷ എന്ന് പറയുന്നത്? പാപത്തിൽ നിന്നുള്ള വിടുതൽ. നമ്മളെല്ലാവരും പാപത്തിന് കീഴിലായിരുന്നു. നമ്മളെല്ലാം പാപത്തിന്റെ കീഴിൽ ആയിരുന്നു. റോമർ 3:23. സകലരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. നമ്മളിലെല്ലാം ഒരു ദൈവ തേജസ് വിളങ്ങേണ്ടതാ. ഇന്നത്തെ ഈ വർഷത്തെ നമ്മളുടെ വാഗ്ദത്ത വചനങ്ങൾ ഇന്ന് പറയാൻ നേരം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഐസയ്യ പ്രവാചകൻ 60:1-2 ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ലോകത്തിൽ അന്ധകാരം മൂടുന്ന ദിവസങ്ങൾ വരികയാ. ഈ വർഷത്തെ കുറിച്ചാ. നോക്കിക്കോ, അന്ധകാരം വ്യാപരിച്ചു കൊണ്ടിരിക്കും ഇനി വരുന്ന വർഷങ്ങളിൽ. എന്നാൽ കർത്താവ് പറയുക, ആ ഇരുളിൽ എന്റെ തേജസ് നിങ്ങളുടെ മേൽ ഉദിക്കും. നിന്റെ പ്രകാശം ലോകത്തിൽ വിളങ്ങും. ഹല്ലേലൂയ. ഈ തേജസ് നഷ്ടപ്പെടുന്നത് പാപം ചെയ്യുമ്പോഴാ, പാപ സ്വഭാവമുള്ളപ്പോഴാ. എന്നാൽ യേശു ക്രിസ്തുവിൽ പാപത്തിന് മേലൊരു ജയമുണ്ട്. ഹല്ലേലൂയ. ഇത് വേറെ ഒരു വ്യക്തിക്കോ വിശ്വാസത്തിനോ നൽകുക സാധ്യമല്ല. നിന്റെ പാപത്തെ ജയിക്കുവാൻ യേശുവെന്ന ഏക രക്ഷകനിലൂടെയേ കഴിയുകയുള്ളൂ. നിന്റെ പാപത്തിന്റെ ആ സ്വഭാവം, അതിനെ ജയിക്കുവാൻ കഴിയും. സ്വാതന്ത്ര്യത്തോടെ നിനക്ക് ജീവിക്കുവാൻ കഴിയും. സന്തോഷത്തോടെ നിനക്കായിരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതാണ് ഇവിടെ യേശു കർത്താവ് പൗലോസിനോട് പറഞ്ഞത്. നീ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്, അത് അവർക്ക് ലഭിക്കണം. അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യണം? അതാണ് ആ വചനത്തിൽ തന്നെ അടുത്ത ഭാഗം. ഇത് ലഭിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ അവർക്ക് ലഭിക്കാതിരിക്കുക. ഇത് സൗജന്യമായി കർത്താവ് വെച്ചിട്ടുള്ളതാ. എന്നാൽ അവർക്കത് ലഭിക്കുന്നില്ല. ആ പാപത്തിന് മേൽ ജയം ലഭിക്കുന്നില്ല. നിത്യമായ ജീവന്റെ ഉറപ്പ് ലഭിക്കുന്നില്ല. അത് ലഭിക്കേണ്ടതിന് ചെയ്യേണ്ട കാര്യമാണ് അടുത്ത വചനത്തിൽ. എന്താ? അവരുടെ കണ്ണുകൾ തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കുവാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. അപ്പോൾ ഇത് ലഭിക്കാത്തതിന്റെ കാരണം ഇവിടെ പറയുക. എന്താ? 3 കാരണങ്ങളാ. ഒന്ന്, അവരുടെ കണ്ണുകൾ തുറക്കണം. പിശാച് ചെയ്യുന്ന ഒരു തന്ത്രപൂർവം ചെയ്യുന്ന ഒരു കാര്യം, ഈ സത്യം കാണാതിരിക്കാൻ നമ്മളുടെ കണ്ണുകളെ, ആത്മീയ കണ്ണുകളെ അവൻ കുരുടാക്കും. യേശു എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ചു എന്ന സത്യം അറിയാതിരിക്കാൻ അവൻ ആത്മാവിന്റെ കണ്ണ് കുരുടാക്കും. അപ്പോൾ കർത്താവ് പറയുക, നീ ഒരു കാര്യം ചെയ്യണം. ഇത്ര വലിയ രക്ഷ എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്ര വലിയ നിത്യജീവൻ എല്ലാവർക്കും ഞാൻ സൗജന്യമായി തരികയാ. എന്നാൽ ഒരു കാര്യമുണ്ട് പൗലോസേ, നീ പോയി അവരോട് വിളിച്ചു പറയണം, അവരുടെ കണ്ണുകൾ തുറന്നാലേ ഇത് കാണുവാൻ കഴിയുകയുള്ളൂ. അവരുടെ കണ്ണുകൾ തുറക്കണം. 1. 2, എന്താ അവിടെ 2 പറയുന്നേ? ഇരുളിൽ നിന്ന് അവർ പ്രകാശത്തിലേക്ക് വരണം. അവർ ഇരുളിൽ നടക്കുവാൻ ആഗ്രഹിക്കുകയാ.
സത്യപ്രകാശം ലോകത്തിലേക്ക് വന്നു, നിത്യമായ ചൈതന്യം ലോകത്തിലേക്ക് വന്നു. നോക്കി, ഈ ലോകത്തിൽ അനുഭവിക്കുന്നതിന്റെ എല്ലാം 1000 കോടി മടങ്ങ് സന്തോഷവും സമൃദ്ധിയും അവൻ നിത്യജീവനിൽ ഒരുക്കി വെച്ചിട്ടാ പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ടും അവർ ഇരുളിൽ, ഈ പാപത്തിന്റെ അശ്ലീലത്തിൽ, ഇവിടെ ഈ നോക്ക്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. പന്നികൾ എങ്ങനെയാ? ചെളിയിൽ കിടന്ന് ഉരുളും. നമുക്ക് തോന്നും നമ്മൾ വളരെ ക്ലീൻ ആയിട്ട് നിൽക്കുമ്പോൾ ഇവരെന്തിനാ ഈ ചെളിയിൽ കിടന്ന് ഉരുളുന്നത്? ഇതുപോലെയാ പാപത്തിൽ കിടന്ന് ഉഴലുന്നവന്റെ അവസ്ഥ. അവൻ വിചാരിക്കുന്നത് അത് വലിയ കാര്യമെന്നാ. എന്നാൽ പാപത്തെ വിട്ട് ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എത്ര വലുതാണ്, എത്ര സന്തോഷമാണ്, ആ നിത്യജീവന്റെ ഉറപ്പ് എത്ര ആനന്ദമാണ് എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അപ്പോൾ പൗലോസിനോട് പറയുക, നീ ഒരു കാര്യം ചെയ്യണം. അവർക്ക് ഞാൻ രക്ഷ വെച്ചിരിക്കുക, പാപമോചനം വെച്ചിരിക്കുക, പാപത്തിന് മേൽ ജയം വെച്ചിരിക്കുക, നിത്യജീവൻ വെച്ചിരിക്കുക. എന്നാൽ എന്റെ ജനം അത് കാണുന്നില്ല. അവരുടെ കണ്ണ് ഒരുവൻ കുരുടാക്കിയിരിക്കുന്നു. നീ പോയി അവരുടെ അടുക്കൽ പോയി ജീവന്റെ വചനങ്ങൾ പറയണം. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കുവാനും ഇരുളിൽ ചെളിയിൽ കിടക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുവാനും. ഹല്ലേലൂയ. 3, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുവാനും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നോക്ക്, സാത്താന്റെ ഒരു അധികാരം ഭൂമിയിൽ കിടക്കുന്നുണ്ട്. ആ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വരുവാനും. 3 കാര്യങ്ങളാണ് പാപത്തിന് മേലുള്ള ജയത്തെയും നിത്യജീവനെയും നമുക്ക് ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ അത് പ്രാപിക്കേണ്ടത് ഇതുകൊണ്ടാണ്. കാരണം ഇതിനെതിരെ കണ്ണ് കുരുടാക്കുന്ന പിശാചിന്റെ ഒരു പ്രവൃത്തി നിൽക്കുന്നു. 2, എന്താ നിൽക്കുന്നത്? ഇരുളിന്റെ ആ ശക്തി. ലോകത്തിൽ ഉള്ള ചില പാപങ്ങൾ നല്ലതെന്ന് തോന്നും, അത് യഥാർത്ഥത്തിൽ നല്ലതല്ല, നാശത്തിലേക്കാ പോകുള്ളൂ. എന്നാൽ അത് നല്ലതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദുഷ്ടന്റെ പ്രവൃത്തി നിൽക്കുകയാ അവിടെ. 3, സാത്താന്റെ അധികാരം. There is principalities which has power over this world. അവന്റെ അധികാരം. ഇത് 3ഉം തകർന്നാലേ ഈ പാപത്തിൽ നിന്നുള്ള ജയവും നിത്യജീവനും ഇവർക്ക് കാണുവാനും വിശ്വസിക്കുവാനും സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. പൗലോസേ, നീ പോയി ഈ വചനം അങ്ങ് പറയണം. പാപമോചനമുണ്ട് എന്ന് നീ വിളിച്ചു പറയണം. യേശുവിൽ നിത്യജീവനുണ്ട് എന്ന് നീ വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഇത് യേശുവിനെ വ്യത്യസ്തമാക്കുകയാ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേര് യേശു ക്രിസ്തു എന്ന. അവനിൽ നീ വിശ്വസിക്കുമെങ്കിൽ, വചനം പറയുകയാ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പാപത്തിൽ നിന്ന് രക്ഷ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷ, നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷ. ഇതാണ് രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം. പാപത്തിന്റെ കുഴി, പാപത്തിന്റെ ആ ചങ്ങല, അതിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. പാപത്തിന്റെ സ്വാധീനം, ലോകത്തിലേക്കുള്ള ആ ബന്ധനം, അതിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. നരകത്തിലേക്ക് പോയിരുന്ന ഞാൻ പെട്ടെന്ന് കർത്താവിന്റെ കരം എന്നെ രക്ഷിച്ചു. ഐ ആം സേവ്ഡ്. അർത്ഥം അത് തന്നെയാ. പോകുകയായിരുന്നു വലിയ ആക്സിഡന്റിലേക്ക്, കർത്താവിന്റെ കരം പിടിച്ച് എന്നെ രക്ഷിച്ചു. രക്ഷ നൽകുവാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ. അവന്റെ പേര് യേശു ക്രിസ്തു എന്ന. കൈകളടിച്ച് അവനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇത് തിരിച്ചറിയുന്നവൻ, എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വേദനകൾ സഹിച്ചു, എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പരിഹാസം സഹിച്ചു, എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ അപമാനം സഹിച്ചു, എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഒന്നുമില്ലാത്തവനായി തീർന്നു, എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ക്രൂശിൽ കിടന്നു, എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കണ്ണുനീർ വാഴ്ത്തു, എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ചോര ഒഴുക്കി എന്ന് തിരിച്ചറിയുന്നവൻ പാപത്തിലേക്ക് പോകാൻ പിന്നെ ആഗ്രഹിക്കുകയില്ല. ഇത് വിശ്വസിക്കുന്നവൻ പാപത്തിന് മേൽ ജയം നൽകും. ഇത് വിശ്വസിക്കുന്നവനിൽ 3 കാര്യങ്ങൾ വെളിപ്പെടും. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവനിൽ, ഇത് ആത്മാവിൻ കൊണ്ട് കണ്ടവനിൽ, എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത് എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവം, ഇത്രയും ഉന്നത സ്ഥാനം വേണ്ടെന്ന് വെച്ച് ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച എന്റെ ദൈവം,
എനിക്ക് വേണ്ടി വേദനകൾ എടുത്ത എന്റെ ദൈവം, ആ ദൈവത്തെ ഞാൻ ഇനി വേദനിപ്പിക്കുകയില്ല. പൗലോസ് ആ സ്വരം കേട്ടു. അവൻ കേട്ടത്, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? നീ പാപം ചെയ്യുമ്പോൾ നീ യേശുവിനെ ഉപദ്രവിക്കുകയാ. നീ പാപം ചെയ്യുമ്പോൾ നീ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാ. അപ്പോൾ അത് ചെയ്യുവാൻ നമുക്ക് പിന്നെ സാധ്യമല്ല. ഇത് നീ വിശ്വസിക്കുമ്പോൾ, നിനക്ക് ലഭിച്ച പാപമോചനം നീ തിരിച്ചറിയുമെങ്കിൽ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരുവൻ യാഗമായി എന്ന് നീ വിശ്വസിക്കുമ്പോൾ, ഇനി കർത്താവിനെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന ഒരു മാനസാന്തരത്തിന്റെ ചിന്ത നിന്റെ ഉള്ളത്തിലേക്ക് വരും. നമ്മൾ ഒറ്റ വചനമാണ് ഇതുവരെ പറഞ്ഞത്. ഏതാ? അപ്പോസ്തല പ്രവൃത്തി 26:18. ഇത് വിശ്വസിക്കുന്നവൻ, പാപമോചനം എനിക്ക് ലഭിച്ചു, എന്റെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്ത് കഴിഞ്ഞു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ദൈവം ലംഘനങ്ങൾ കണക്കിടാതെ ക്രിസ്തുവിൽ തന്നെ തന്നോട് ദൈവത്തോട് നിരപ്പിച്ചു. പാപങ്ങളുടെ പ്രാശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. യേശു വേദന സഹിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ, അവനിൽ 3 കാര്യങ്ങൾ വെളിപ്പെട്ടു വരും. സ്തോത്രം. ആ 3 കാര്യങ്ങളാണ് ഈ അധ്യായത്തിലെ 18 നമ്മൾ വായിച്ചത്. 20-ാം വചനത്തിൽ നമ്മൾ കാണുന്നത്. ഇത് വിശ്വസിക്കുന്നവരിൽ വെളിപ്പെട്ടു വരുന്ന 3 കാര്യങ്ങൾ വായിക്കാം. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞോ മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഇത് വിശ്വസിക്കുന്നവന് 3 കാര്യങ്ങൾ അവിടെ പറയുക. എന്താ? മാനസാന്തരം, 2 ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്, 3 മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ. ഇത് നോക്ക്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് നിങ്ങൾ കേൾക്കുന്നത്. സ്തോത്രം. ഈ പാപമോചനം ഞാൻ പ്രാപിച്ചു എന്ന് നീ വിശ്വസിക്കുമ്പോൾ, നിനക്ക് വേണ്ടി നിന്റെ കർത്താവ് പീഡകൾ സഹിച്ചു എന്ന സത്യം നീ ഏറ്റെടുക്കുമ്പോൾ, നിന്റെ ഉള്ളിൽ ആദ്യം പൊങ്ങി വരുന്നത് മാനസാന്തരമാണ്. ഓ, കർത്താവിനെ ഞാൻ ഇനി വേദനിപ്പിക്കില്ല. അനേകം പാപങ്ങളാൽ ഞാൻ അവനെ വേദനിപ്പിച്ചു, എന്നാൽ ഇനി കർത്താവേ അങ്ങയെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന മാനസാന്തരം നിന്റെ ഉള്ളത്തിൽ വരും. 1. 2, ഈ മാനസാന്തരം വരുമ്പോൾ നീ ചെയ്യുന്നത്, നീ വേഗം ദൈവത്തിലേക്ക് തിരിയും. 2. 3 അവിടെ തന്നെ എഴുതിയിരിക്കുക, മാനസാന്തരത്തിന്റെ പ്രവർത്തികൾ നിന്നിൽ വെളിപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈ മാനസാന്തരത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമ്പോഴാണ്. നോക്ക്, ഈ കാര്യത്തിനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. എങ്ങനെയാ സാക്ഷികളാകുക? ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. ഇത് ലൂക്ക 24:48 വചനമാണ്. ഒന്ന് വായിച്ചേ ആ വചനം. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. നിങ്ങൾ സാക്ഷികളാകുന്നു. ഒന്ന് പറഞ്ഞേ, ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. ചോദ്യം, ഏതിന്? എന്തിനാണ് ഈ സാക്ഷികളാകുന്നത്? നിങ്ങൾ സാക്ഷികളാണ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നിങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സാക്ഷ്യമല്ല. ഇതിന് നിങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമാണ് എന്നവിടെ പറയുന്നത്. നോക്ക്, മറ്റേ സാക്ഷ്യം എന്താന്ന് വെച്ചാൽ, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ സാക്ഷ്യം പറയുകയാണ്. മനസ്സിലായോ? എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി, കർത്താവ് എൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. ഇതൊക്കെ എന്താ? ബൈ പ്രൊഡക്ട്സാ. ഇതൊക്കെ ലഭിക്കും. എന്നാൽ നീ സാക്ഷിയാകുന്നത് എങ്ങനെയാണ്? നിന്നെ നോക്കുമ്പോൾ ഒരുവൻ പറയുകയാ, ആ കറക്റ്റാ, ആൽവിനെ നോക്ക്, ആൽവിൻ ക്രിസ്തുവിന്റെ സാക്ഷിയാ. നോക്ക്, ഈ വ്യക്തിയെ നോക്ക്, അവൻ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനാ. അത് നോക്ക്, ക്രിസ്തു ജീവിക്കുന്നു എന്നതിന് അവൻ സാക്ഷിയാ. നോക്ക്, ക്രിസ്തു എങ്ങനെയായിരുന്നോ അതുപോലെയാ അവന്റെ സ്വഭാവം. നോക്ക്, ക്രിസ്തു ദീർഘമായി ക്ഷമിച്ചുകൊണ്ടിരുന്നു. അവനെ നോക്ക്, അവൻ എത്ര ദീർഘക്ഷമയുള്ളവനാ. നോക്ക്, ക്രിസ്തു എല്ലാവരെയും നിസ്വാർത്ഥമായി സ്നേഹിച്ചു. അവനെ നോക്ക്, ക്രിസ്തുവിന്റെ സാക്ഷി, അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. നോക്ക്, ക്രിസ്തുവിൽ എപ്പോഴും ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവനിങ്ങനെ പടപടച്ച് നടക്കുകയല്ല,
ആകുലപ്പെട്ട് നടക്കുകയല്ല. അവന്റെ ഉള്ളത്തിൽ നോക്ക്, ഒരു സമാധാനം വാഴുന്നു. അവൻ ക്രിസ്തുവിനെ പോലെയല്ല ഇരിക്കുന്നത്. അവന്റെ ഉള്ളത്തിൽ എപ്പോഴും ഒരു സന്തോഷം. അത് ലോകത്തിലെ കാര്യങ്ങളിലുള്ള സന്തോഷമല്ല, എന്നാൽ ക്രിസ്തുവിൽ അവൻ എപ്പോഴും സന്തോഷിക്കുന്നു. ഇവൻ ലോകത്തിലുള്ള വ്യക്തികളെ പോലെ അല്ല. ഇവൻ ക്രിസ്തു എങ്ങനെ അന്ന് പെരുമാറിയോ അതുപോലെ തന്നെ ഭൂമിയിൽ ജീവിക്കുന്നു. അവനെ നോക്കി ആളുകൾ പറയും, അവൻ ക്രിസ്തുവിന്റെ സാക്ഷിയാകുന്നു. He is a witness to Jesus. യേശു ഉയർത്ത് ജീവിക്കുന്നു എന്നതിന് അവൻ സാക്ഷിയാണ്. യേശു ഉയർത്ത് പാപങ്ങളുടെ മേൽ ജയം നൽകി എന്നതിന് അവൻ സാക്ഷിയാണ്, അവൾ സാക്ഷിയാണ്. ഹല്ലേലൂയ. നോക്ക്, വിശ്വാസ സമൂഹത്തിന് പറ്റിയ വലിയ ഒരു പതനം. വിശ്വാസ സമൂഹം വിചാരിച്ചത്, കർത്താവിനെ അങ്ങ് വിശ്വസിച്ചു, എന്തെങ്കിലുമൊക്കെ ഭാഷാവരത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവചനത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൗഖ്യങ്ങൾ പറഞ്ഞു, അതിന് പിന്നാലെ പോയി, അല്ലെങ്കിൽ ശക്തിയുടെ പിന്നാലെ പോയി. വേണം, അതെല്ലാം വേണം. എന്നാൽ പരമപ്രധാനം നിന്റെ ഉള്ളത്തിലെ മാനസാന്തരവും നിന്റെ ഉള്ളത്തിൽ നിന്ന് വെളിപ്പെടുന്ന മാനസാന്തരത്തിന്റെ പ്രവർത്തികളുമാണ്. നീ രൂപാന്തരപ്പെടുന്നതിനാ ക്രിസ്തു ആനന്ദിക്കുന്നത്. നീ ഒരു സാക്ഷിയാകുമ്പോഴാ സ്വർഗം സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ അവിടെ ലൂക്ക 24:48 നമ്മൾ വായിച്ചു, നിങ്ങൾ ഇതിന് സാക്ഷികളാവും. ആ ഇത് എന്താണെന്ന് തൊട്ടു മുൻപിലത്തെ വചനത്തിലുണ്ട്. പലരും സാക്ഷിയാവുക എന്ന് വിചാരിച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് ഈ ഇതിന്? 47-ാം വചനം വായിക്കാം. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അവന്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും. പാപമോചനം, പാപത്തിൽ നിന്നുള്ള മോചനം, പാപത്തിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്മേലുള്ള ജയം. 1. 2, അവന്റെ പാപമോചനവും മാനസാന്തരവും. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന്റെ പ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ എല്ലാ ആഴ്ചയും മാനസാന്തരപ്പെടുന്നുണ്ട്. അതാണോ മാനസാന്തരം? അത് ഒരു ചോട്ടുപടിയാ, ഒരു ചോട്ടുപടി. എന്നാൽ മാനസാന്തരം എപ്പോഴും നോക്കുക, അതൊരു ഒരു ഒരു ഏണി കയറുന്നത് പോലെയാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് 2-3 സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ നിന്നിട്ട് ഞാനിപ്പോ കുടിക്കുന്നില്ല, വലിക്കുന്നില്ല, ഞാൻ വലിയ ആളായി. നോ, അത് മാനസാന്തരമല്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കാലത്തും നിനക്ക് ഓരോ ചുവട് കയറുവാനുണ്ട്. നീ മാനസാന്തരത്തിൽ വളരും തോറും നിനക്ക് കൂടുതൽ കൂടുതൽ ദൈവഭയവും കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവവും വരുത്തുന്നതിന് നീ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതൊരു സ്റ്റെപ്പാണ്. ആദ്യം നീ ഒരു പടി കയറി, നീ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാനസാന്തരപ്പെട്ടു. അത് കഴിഞ്ഞ് വചനത്തിൽ കുറച്ചും കൂടെ വരുമ്പോഴാണ് നിനക്ക് മനസ്സിലായേ, ഇനിയും കുറെ കാര്യങ്ങൾ എനിക്ക് രൂപാന്തരപ്പെടുവാനുണ്ട്. അവന്റെ സാക്ഷി ഞാൻ ആകണം. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നത് പോലെ ആകണം. അതിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. നമ്മളുടെ വിഷൻ, സഭയുടെ വിഷൻ, അതിൽ ലോകമെമ്പാടും പോയി സുവിശേഷം പറയുന്നതിന് മുൻപ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, ലോകമെമ്പാടും പോയി യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി സുവിശേഷം പറയും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം വെളിപ്പെടണം. നമ്മളുടെ ജീവിതത്തിൽ പാപത്തിന് മേലുള്ള ഒരു ജയം വെളിപ്പെടണം. നമ്മളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഒരു മാനസാന്തരം വെളിപ്പെടണം. ആ മാനസാന്തരത്തിന് യോഗ്യമാം വണ്ണം ഫലങ്ങൾ നമ്മളിൽ വെളിപ്പെടണം, പ്രവർത്തികൾ വെളിപ്പെടണം. അങ്ങനെ വരുമ്പോൾ ഒരുവൻ നിന്നെ നോക്കി പറയും, ക്രിസ്തുവിന്റെ സാക്ഷി, ക്രിസ്തുവിന്റെ അതേ സ്വഭാവമുള്ളവൻ. അങ്ങനെ അതാണ് വിശ്വാസ സമൂഹത്തിന് പലപ്പോഴും തെറ്റുപറ്റിപ്പോയത്. അവർ ശക്തിയുടെ പിന്നാലെ, അതായത് ഇതിലെല്ലാം ലഭിക്കുന്ന ബൈ പ്രൊഡക്ട്സിന്റെ പിന്നാലെ ഓടി, ശക്തിയുടെ പിന്നാലെ, സൗഖ്യത്തിന്റെ പിന്നാലെ. എന്നാൽ ആ ശക്തിദായകനെ, പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ, അവനോട് ചേരുന്നതിനെ അവർ ഗണ്യമാക്കിയില്ല.
അവരുടെ സ്വഭാവത്തിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിലെ പലരെയും നോക്കി പുറമെയുള്ളവർ, ഇതാണോ വിശ്വസിക്കുന്നവൻ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വിശ്വാസിയാവേണ്ട. ഇതാണോ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വിശ്വാസത്തിൽ വരണ്ട. ഇങ്ങനെയാണോ വിശ്വാസത്തിലുള്ളവൻ സംസാരിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വിശ്വാസത്തിൽ വരണമെന്നില്ല. ദൈവനാമത്തിന് അപമാനമുണ്ടാക്കുന്ന വിശ്വാസികൾ, ദൈവനാമത്തിന് കളങ്കമേൽപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ. വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയാൻ പറ്റില്ല, സോറി, അത് ജഡത്തിന്റെ പ്രവൃത്തിയാ. ജഡം ക്രൂശിക്കപ്പെടാത്ത അവസ്ഥ, മാനസാന്തരത്തിന്റെ ഹൃദയമില്ലാത്ത അവസ്ഥ, മാനസാന്തരത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാത്ത അവസ്ഥ. ഇന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് 2 കാര്യങ്ങൾ പറഞ്ഞത് ഓർക്കുക. പാപമോചനം, പാപത്തിൽ നിന്ന് മോചനം, പാപത്തിന്റെ മേൽ ജയം. ഹല്ലേലൂയ. നോക്ക്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. നിങ്ങൾ എത്ര പേര് അത് ഓർക്കുമെന്ന് അറിയില്ല. ഒന്നും നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു ദോഷം ചെയ്യില്ല എന്നാ. ഒന്നും നിങ്ങൾക്ക് ഒരു കാലത്തും ദോഷം ചെയ്യില്ല. ഇത് പറയുന്നത് 70 പേരെ വിട്ടു ശുശ്രൂഷിക്കാൻ. അവർ പോയി ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി പ്രവചനമൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിൽ ഓടി വന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ നാമത്തിൽ ജയമുണ്ട് ഒക്കെ പറഞ്ഞു. അപ്പോഴാണ് യേശു ഇത് പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. സ്തോത്രം. ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഹാനിയും വരുത്തുകയില്ല. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറയും, എന്നാൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുവേൻ. ഹല്ലേലൂയ. There is everlasting life in Jesus. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നീ സന്തോഷിക്കുവിൻ. നിത്യമായ ജീവിതത്തിൽ നീ സന്തോഷിക്കുവിൻ. പാപത്തിന് മേലുള്ള ജയത്തിൽ നീ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തോത്രം.